നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഹലോ, സുന്ദരമായ ഒരു കാഴ്ചമേളയിലേക്ക് വരുമ്പോൾ ഒപ്പം കൂട്ടുകാരെയും കൂട്ടാൻ മറക്കരുത്. എല്ലാവർക്കും ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. കുസൃതികളും കുറുമ്പുകളും പലപ്പോഴും നമുക്ക് നല്ല സന്ദേശങ്ങളും തരാറുണ്ട്. പച്ചപ്പിനിടയിൽ നമ്മുടെ കൂട്ടുകാരുടെ ചില ജീവിത മുഹൂർത്തങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. കാട്ടിലെ കൂട്ടുകാർ. കഷ്ടം, ഇന്നും നേരം വൈകി. ഒരല്പം കൂടി നേരത്തെ ഇറങ്ങാമായിരുന്നു. ഈ അവസാന ദിവസം അടിച്ചു പൊളിക്കേണ്ടതായിരുന്നു. ഓ, എന്നാലും സാരമില്ല, ഗുരുദക്ഷിണ കൊടുക്കാൻ ഇത്രയധികം പഴങ്ങൾ വാങ്ങാൻ പറ്റിയല്ലോ. പ്രിയപ്പെട്ട കുട്ടികളെ, നീണ്ട 5 വർഷത്തെ പഠനത്തിന് ശേഷം നാം ഇന്ന് വേർപിരിയുകയാണ്. നിങ്ങളുടെ ഗുരു എന്ന നിലയിൽ നിങ്ങളോടൊപ്പം കഴിഞ്ഞ നാളുകൾ ഞാനും ഏറെ ആസ്വദിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ചില നേരത്തെങ്കിലും ഞാൻ നിങ്ങളെ ശാസിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടിയാണ് എന്നുകൂടി നിങ്ങൾ ഓർമ്മിക്കുക. ശരി ഗുരു. വനവൈദ്യ പഠനം പൂർത്തിയായി ഇന്നു മുതൽ വനവൈദ്യന്മാരായി നിങ്ങളെല്ലാവരും മാറുകയാണ്. വന്നല്ലോ വനമാല. ഓ, മോട്ടുവോ? ആ, ഇരിക്കി. ഇത്തിരി വൈകിപ്പോയി. ഇന്നെങ്കിലും ഒരല്പം നേരത്തെ വരാമായിരുന്നു. അത് സാർ, ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് വരുന്ന വഴി ഈ 5 വർഷത്തിനിടയിൽ നീ നേരം വൈകി വരാത്ത ഒരു ദിവസം പോലും ഇല്ലല്ലോ. ഇക്കണക്കിന് മോട്ടുവല്ല രോഗികളായ മൃഗങ്ങളെ ചികിത്സിക്കാൻ പോയ മോട്ടെത്തുന്നതിനു മുമ്പ് രോഗി മരിച്ചിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുവരെ നിങ്ങൾ വിദ്യാർത്ഥികളായിരുന്നു. ഇനി മുതൽ ഈ കാട്ടിലെ വൈദ്യന്മാരാണ് നിങ്ങൾ. വേദനിക്കുന്നവർക്കും രോഗികൾക്കും അത്താണിയായി മാറേണ്ടവർ, മറ്റുള്ളവർക്കായി ജീവിതം ഒഴിഞ്ഞു വെക്കേണ്ടവർ. ഇതിനിടയിൽ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടേക്കാം. നിങ്ങളുടെ സമയം, ആരോഗ്യം, ചില മരുന്നുകൾക്ക് വേണ്ടി അലഞ്ഞു തിരിയേണ്ടി വന്നേക്കാം. അപ്പോഴെല്ലാം നിങ്ങൾ ചികിത്സിക്കുന്ന രോഗിയുടെ മുഖമാണ് മനസ്സിൽ നിറയേണ്ടത്. അല്ല ഗുരു, എനിക്കൊരു സംശയം. ഞങ്ങളുടെ സമയവും ആരോഗ്യവും നഷ്ടപ്പെടുമ്പോ അതിന് തക്ക കൂലി വാങ്ങിക്കൂടെ? പീലി, കാര്യഗൗരവമുള്ള ഒരു സംശയം ഗംഭീർ ചോദിക്കുമ്പോ അതിങ്ങനെ ചിരിച്ചു തള്ളാതെ. ഗുരു, രോഗികൾ സ്നേഹപൂർവ്വം തരുന്നത് വാങ്ങുന്നതിൽ തെറ്റുണ്ടോ? ഇന്ന് നിങ്ങളുടെ ക്ലാസ് തീർന്ന സർട്ടിഫിക്കറ്റുകൾ തരുന്ന ദിവസമാണ്. അന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് രോഗികളിൽ നിന്ന് പണം കൈപ്പറ്റുന്നതിനെ കുറിച്ച്. കഷ്ടം. ജോലി ചെയ്യുന്നവൻ കൂലിക്ക് അർഹതയുള്ളവനാ. പക്ഷേ മനസാക്ഷിക്ക് നിരക്കാത്ത കൂലി ആരിൽ നിന്നും നിങ്ങൾ വാങ്ങിക്കൂടാ. രോഗിയുടെ മുഖത്തേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്, കീശയിലേക്കല്ല. ഗുരുവിന്റെ വായിന്ന് വഴക്ക് കേട്ടപ്പോ നിനക്കൊക്കെ സമാധാനായില്ലേ? അല്ല ഗുരു, എന്റെ വീട്ടുകാര് ലോൺ എടുത്തിട്ട് എന്നെ പഠിപ്പിച്ചത്, അതും കൊള്ള പലിശക്ക്. ഞാനിതൊരു സേവനമായിട്ട് കരുതിയാലേ പിന്നെ എങ്ങനെ ലോൺ അടയ്ക്കും? അതാണ് ഈ പറഞ്ഞതാണ് പോയിന്റ്. എന്റെ കണ്ടീഷൻ ഇത് തന്നെയാണ്.
നിങ്ങൾ നല്ല വൈദ്യന്മാരായാൽ നിങ്ങളെ തേടി ഈ മലയിൽ നിന്ന് മാത്രമല്ല മറ്റു കാടുകളിൽ നിന്നും രോഗികളെത്തും. അവരൊക്കെ തരുന്ന ചെറിയ ദക്ഷിണ ചേർത്ത് വെച്ച് നിങ്ങൾക്ക് കടം വീട്ടുകയോ ലോൺ അടയ്ക്കുകയോ ചെയ്യാം. എന്താ ഞാൻ പറഞ്ഞത് സമ്മതമല്ലേ? ഓ സമ്മതിച്ചു ഗുരു, അല്ലാതെ എന്ത് ചെയ്യാനാ? കൂടുതൽ പേരും ഇന്ന് പണത്തിന് പുറകെയാണ്. പക്ഷേ ഞങ്ങൾ ഈ ക്ലാസ്മേറ്റ്സ് ഗുരു പറഞ്ഞ വഴിയെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. ഇത് ഞങ്ങൾ തരുന്ന വാക്കാണ്. അതെ, ഞങ്ങൾ വാക്ക് തരുന്നു. രണ്ട് ഹരിചന്ദ്രന്മാര് വന്നിരിക്കണേ. ഞാൻ മാന്യമായ കൂലി വാങ്ങും, നാട്ടു നടപ്പ് പോലെ. അത് തന്നെയാ ശരി. താപ്പ് കിട്ടിയ ഞാനും ഇറക്കും രോഗിയെ, അല്ല പിന്നെ. ആ, ഈ ദിവസത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ കാത്തിരുന്ന സർട്ടിഫിക്കറ്റ് വിതരണം. ആദ്യം ഞാൻ പേര് വിളിക്കുന്ന ക്രമത്തിൽ എല്ലാവരും വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. ആദ്യം ആർക്കാണ് കിട്ടാൻ പോണത്? പീലിത്തത്ത, പീലിയുടെ ദക്ഷിണ കൊള്ളാണ്ടാ. ചെല്ല് ചെല്ല്. സ്വീകരിക്കൂ ഗുരു. ഇതാ, നന്നായി വരട്ടെ. നന്ദി ഗുരു, ശരി. അനുഗ്രഹിക്കണം. അടുത്തത് നോക്കട്ടെ. ഗംഭീർ. ഓ ഗുരു, ഞാൻ റെഡി. ഇതാ. ഓ കൊള്ളാം. കാശുണ്ടാക്കാൻ പറ്റിയ സർട്ടിഫിക്കറ്റ്. പപ്പീസ്, ദേ വരണു, ദേ വരണു. ചെല്ല്. എത്തിപ്പോയി. ഇവനെന്തീ കാണിക്കണ? ഡാൻസ് കളിക്കുക. ഇതാ, മിടുക്കനാകണം. മോട്ടു, ഗുരു, എന്റെ അമ്മോ, അവള് കാട്ടിന്ന് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആ കൊണ്ടുവന്നിരിക്കണേട്ടാ. ഇതാ. എന്നെ അനുഗ്രഹിക്കണം ഗുരു. പപ്പീസ്, നന്നായി വരട്ടെ. നോക്കിയേ. ഈശ്വരൻ മുഴുവൻ അനുഗ്രഹിക്കട്ടെ. ഒറ്റ ദിവസം നേരത്തെ വരാത്ത ആളാ. ഇപ്പോഴുള്ള വിനയം കണ്ടില്ലേ? ഓ എന്തൊരാളിമാ, എന്തൊരാളിമാ. ഓ പിന്നെ മോട്ട് വലിയ പഠിപ്പിച്ചിട്ടല്ലേ. ഇതല്ല, ഇതിലും വലുത് കാണേണ്ടി വരും. ഗംഭീരേ, അസൂയ കാള. ഇത് കണ്ടുപഠിക്ക്. ഒരു 5 കൊല്ലം എല്ലാവരെയും ഗുരു പഠിപ്പിച്ചതല്ലേ. മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവത്തെ പോലെ കണ്ടിരുന്നവരാ നമ്മുടെ മുൻ തലമുറക്കാര്. ആ പാരമ്പര്യമാ മോട്ട് കാണിച്ചത്. ഓ, എന്റെ പപ്പീസ്, പീലിയും മോട്ടുമൊക്കെ ഗുരുവിന്റെ മണിക്കുട്ടന്മാരാ. ഗുരുവിനെ മണിയടിച്ച് നടക്കുന്ന പഠിപ്പിസ്റ്റുകള്. അവരിതെല്ലാം ഇതിനപ്പുറവും കാണിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ. കാര്യങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തുന്നവരാണ് നമ്മൾ ബുദ്ധിജീവികള്. ആ, നമുക്ക് മുമ്പിൽ ഓൾഡ് ജനറേഷൻ ബന്ധനങ്ങളില്ല, സെന്റിമെന്റ്സിന്റെ കൂച്ചുവിലങ്ങുകളുമില്ല. നമ്മൾ നാളെ മുതൽ രോഗികളെ ചികിത്സിച്ച് പണമുണ്ടാക്കി നല്ല നിലയിൽ ജീവിക്കാൻ പോവുകയാ. അന്ന് ഈ പീലിയും മോട്ടും നമ്മുടെ അടുത്തെത്തും. അപ്പൊ കാണാം. നന്ദി ഗുരു. ഒരു നിമിഷം നിങ്ങൾ എല്ലാവരും ഇരിക്കുക. ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മിപ്പിക്കുവാനുണ്ട്. ഈ നിമിഷം മുതൽ നിങ്ങൾ സ്വതന്ത്ര വൈദ്യന്മാരാ. എങ്കിലും ഒന്നുകൂടി നിങ്ങളിൽ നിന്നും ഞാൻ ആശിക്കുകയാ. റെഡിമെയ്ഡായും കടകളിൽ നിന്ന് വാങ്ങിയും നിങ്ങൾ തന്ന ഗുരുദക്ഷിണ ഞാൻ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടുവരുന്ന ഒരു ദക്ഷിണയാ. അതെന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും? കൊണ്ടുവരുന്ന ദക്ഷിണയോ? എന്താ മോട്ടു? അതെന്താണ്? ഒരു പാഴ്ചെടിയാ. ഒരു പാഴ്ചെടിയോ? പാഴ്ചെടിയാ? എന്താ ഈ പറയുന്നത്? സിമ്പിൾ. ദേ, ഞാൻ ഈ ലൊക്കേഷനിൽ നിന്ന് തന്നെ പറിച്ചു കൊടുക്കട്ടെ. പിന്നല്ലാണ്ട്. പാഴ്ചെടി അതന്നെ. നിങ്ങൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ. ഓ, നന്ദി നന്ദി ഗുരു. ഗുരു. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇത് പനിക്കുള്ളതാ. എത്ര നേരെ ഈ ഒരു ചെടി തപ്പി പാഴ്ചെടി നടക്കുന്നു. കണ്ടുപിടിക്കാൻ ഇതിനെന്തോ ഗുണമുള്ളതാന്ന് തോന്നുന്നു. ഗുണമുള്ള ചെടി അല്ലല്ലോ പാഴ്ചെടി. പാഴായിട്ടുള്ള ചെടിയാണ് ഈ ഇത് പാഴ്ചെടി എന്ന് പറയുന്നത്. ക്യാൻസറിനുള്ളതാണല്ലോ. അന്ന് നമുക്ക് അതുകൊണ്ട് വേറെ വിൽക്കാൻ എവിടെ നല്ല കാശ് കിട്ടും. പാഴ്ചെടി കിട്ടിയാൽ ഉം.
ഇത് കൊള്ളാലോ. ഇവിടെ ഇത് ഒന്നുമില്ല ഒരു വയറുവേദന പാഴ്ചെടി. കഴിക്കുന്നതാ. ഇത് പറ്റില്ല. ശ്ശെടാ. ഈ കാട്ടിൽ മുഴുവൻ ഉപകാരമുള്ള ചെടികൾ മാത്രമേ ഉള്ളൂ. ഒരു പാഴ്ചെടി പോലും കാണാൻ പറ്റുന്നില്ലല്ലോ. ഓ, എൻ്റെ അമ്മോ. ഓ, ഇതിനകത്തൂടെ ഒന്ന് പുറത്തിറങ്ങി നോക്കാലോ. ഇത് കാടിനുള്ളിൽ പറ്റി കുടുങ്ങിന്ന് പറഞ്ഞ പോലെ. ഹോ. കിട്ടിപ്പോയിട്ടാ. ദേ എനിക്ക് കിട്ടി. ദേനെ, ദേനെ. എവിടെ പാഴ്ചെടി. നോക്കട്ടെ. എന്റെ ഗംഭീരേ, ഇത് ചെറുവെള്ളോനല്ലേ? അതെയോ? ഇതിന്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച വയറ് സംബന്ധമായ അസുഖങ്ങൾ മാറിക്കിട്ടും. എൻ്റെ ആ. അമ്മോ. എടോ പപ്പീസ്, ഇതൊക്കെ എപ്പ പഠിച്ചു? ഗംഭീരെ ക്ലാസ്സിൽ വരുമ്പോഴെങ്കിലും ഉറങ്ങാതിരിക്കണം എന്നെ പോലെ. ആട്ടെ, എന്താ പപ്പീസിന്റെ പരിപാടി? ഇതിപ്പോ ഈ പാഴ്ചെടി അങ്ങനെ കണ്ടെത്തി ഗുരുവിന് കൊണ്ടു കൊടുക്കും. എന്തെങ്കിലും ഉപായം കണ്ടെത്തണം. ദേ, ഞാനൊരു ഐഡിയ പറയാം. വരണ വഴിക്ക് കിട്ടിയതാ. അതായത് കൊള്ളാം. ആ കൊള്ളാം, അത് തന്നെ ഐഡിയ. ഞാൻ മടുത്തോട്ടോ മോട്ടു. അതല്ല അതല്ല, ഇവിടെ ഇല്ലേ? അവിടെ ഇല്ലാട്ടോ. എന്റെ മോട്ടു, എന്തൊരു കഷ്ടമായത്. ഒരു പാഴ്ചെടി പോലും കണ്ടെത്താൻ പറ്റാത്തത്. എനിക്ക് മടുത്തു. നമ്മൾ തേടി നടന്നാൽ മാത്രമേ കണ്ടെത്തുള്ളൂ. ഒരിക്കലും ഒരു പാഴ്ചെടി നമ്മെ തേടി വരില്ല, അതുറപ്പാ. പീലി വാ, നമുക്ക് പുഴയ്ക്ക് അക്കരെ പോയി നോക്കാം. എനിക്ക് വയ്യ. മോട്ട് നടന്നു. എനിക്ക് വയ്യ. പറ്റില്ല പറ്റില്ല, നമ്മൾ ഒരുമിച്ച് നടന്ന് അന്വേഷിച്ച് കണ്ടെത്തി സാറിന് കൊണ്ട് കൊടുക്കും. മോട്ട് പോയിക്കോ, ഞാനില്ല. എന്നാ നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയിട്ട് വരാം. ഞാൻ ഇവിടെ ഇരിക്കുവാണേ. എന്റെ ദൈവമേ, ക്ഷീണിച്ചു പോയി. ഇനിയിപ്പൊ ഈ പാഴ്ചെടി എവിടുന്ന് കണ്ടുപിടിക്കോ എന്തോ. പാവം മോട്ടു. ദേ, ഈ ഉപായം നമ്മൾ കണ്ടെത്തിയ വിവരം പീലിയോട് പറയണേ. ആ അതൊരു നല്ല ആശയമാ. ഇവരെ പോലുള്ള പഠിപ്പിസ്നേഹം കൂടി നമ്മോടൊപ്പം ചേർത്താൽ ഗുരുവിന് നമ്മുടെ തരികിട മനസ്സിലാകുകയുമില്ല. ഞാൻ കയറി മുട്ടാം. പപ്പീസ് കൂടെ നിക്കണേ. ഓക്കേ. വാ. എന്റെ പൊന്ന് പീലി, പീലിക്ക് അറിയാലോ എന്തുമാത്രം പണം മുടക്കിയ നമ്മുടെ മാതാപിതാക്കൾ നമ്മെ പഠിപ്പിച്ചതെന്ന്. എന്നാ പഠനം കഴിഞ്ഞ് ജോലി ചെയ്ത് മാതാപിതാക്കന്മാരെ സഹായിക്കുന്ന വെച്ചാലോ, കോരു സാറിന് ദക്ഷിണ കൊടുക്കാണ്ട് എങ്ങനെ ജോലി തുടങ്ങണേ? എന്തിനാ ഈ കഥയൊക്കെ പീലിയോട് പറയുന്നത്? കണ്ടോ, എന്റെ അടുത്ത സുഹൃത്തായ പപ്പീസ് പോലെ എന്നോട് പിണങ്ങിയിരിക്കുക. നമുക്ക് പോയിട്ട് ജോലി തുടങ്ങാന്ന യവൻ പറയണത്. ദക്ഷിണ കൊടുക്കാണ്ട് പഠനം പൂർത്തിയാവൂ? അതും ഇല്ല. പഠനം പൂർത്തിയാക്കാണ്ട് ജോലി തുടങ്ങാമോ? അതും പറ്റില്ല. അല്ല, പീലി എന്താ ഒന്നും പറയാണ്ടിരിക്കണത്? ഗംഭീർ പറയുന്നതിലും കാര്യമുണ്ട്. പാഴ്ചെടി തേടി അലഞ്ഞ് ക്ഷീണിച്ചിരിക്കാ ഞാൻ. അങ്ങനെയാണ്. ഞാൻ ഈ പപ്പീസിനോട് പറഞ്ഞതാണിത്. പക്ഷേ ഇവന് ഗുരുവിനെ പേടിയാണെന്ന്. എന്താ പറയുന്നേന്ന് തെളിച്ചു പറ. ഞങ്ങളെ പാഴ്ചെടി തേടി കുറേ നടന്നത് കൊണ്ട് ഒരു പ്രയോജനം കിട്ടിയില്ല. അപ്പോഴൊരു ഐഡിയ തോന്നി. ഒരു ചെടിയിൽ പെയിന്റ് അടിച്ച് നിറം മാറ്റിയിട്ട് ഗുരുവിന് കൊടുക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? അത് ശരിയാവോ? പിന്നെ ലോകത്തില്ലാത്ത ദക്ഷിണ ചോദിച്ച ഗുരുവിന് നമ്മുടെ വക ചെറിയൊരു കളിപ്പീര്. അല്ല, പപ്പീസിന് ഈ കാര്യം സമ്മതാണോ? സമ്മതമാണോ എന്ന് ചോദിച്ചാ സമ്മതിക്കാതെ തരമില്ലാത്തത് കൊണ്ട് സങ്കടത്തോടെ ഒരു സമ്മതം. എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്കും. പപ്പീസ് ഇപ്പൊ എന്താ പറഞ്ഞേ? എനിക്ക് സമ്മതാണ്. എങ്കി പിന്നെ എനിക്ക് സമ്മതം. അന്നപ്പോ തുടങ്ങല്ലോ നമുക്ക്. ദേ ചെടി.
ഒന്നും കാണുന്നില്ലല്ലോ. ഇതാണോ? ആ ശ്ശോ. ആ ശ്ശോ. ഇതാണ് ചെറുവേണ്ട ഇല. ഈ മരത്തിന്റെ തൊലിയും ഇലയും മരത്തടിയും ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. ഓ, ഇത് ഗുണമുള്ള സാധന. ഇത് ഇതാണ് കീഴ്വെട്ടിമരം. വേദനയുമായി ബന്ധപ്പെട്ട എല്ലാ സുഖങ്ങൾക്കും ഇത് വെള്ളത്തിൽ തിളപ്പിച്ച് കഴിക്കാം. ഓ. ഗുരു, കഴിഞ്ഞ ഒരു വർഷത്തോളം ഞാൻ അലഞ്ഞു നടന്നു. പക്ഷേ ഒരു പാഴ്ചെടി പോലും എനിക്ക് കിട്ടിയില്ല. പാഴ്ചെടിയാണെന്ന് കരുതി ഞാൻ പറിച്ച ചെടികളിൽ ചില ചെറു പ്രാണികളെ കണ്ടു. അങ്ങനെയാണെങ്കിൽ ആ ചെടി ആ പ്രാണിയുടെ വാസസ്ഥലമല്ലേ? അപ്പോൾ അത് പാഴ്ചെടി ആകുന്നില്ലല്ലോ. ശരിയാണല്ലോ. അയ്യോ, ഭഗവാനേ. ഈ ഒരു തിരിച്ചറിവാ നിങ്ങൾക്കെല്ലാവർക്കും ആവശ്യം. ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതിനു വേണ്ടിയാ. ഒന്നും പാഴായി പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ അറിവ് നേടുന്നതിനാ നിങ്ങളെ ഞാൻ പറഞ്ഞയച്ചത്. പക്ഷേ നിങ്ങൾ ഇത് അന്വേഷിക്കാൻ മുതിരാതെ ഒരു ചെടിയിൽ പെയിന്റ് അടിച്ച് എന്നെ പറ്റിച്ചു. ഛെ. മണ്ടൻ ഐഡിയ ആയിപ്പോയി. എന്നാൽ മോട്ടു തേടി നടന്ന് ഒടുവിൽ ഈ ഒരു തിരിച്ചറിവിലെത്തി. ഗുരുമുഖത്തു നിന്ന് പഠിക്കുന്നതിനെ സ്വന്തം ജീവിതാനുഭവങ്ങളുമായി കൂട്ടിവായിക്കുമ്പോഴാണ് യഥാർത്ഥ ജ്ഞാനം നേടാൻ കഴിയുന്നത്. കാരണം ജീവിതമാണ് ഏറ്റവും വലിയ പാഠശാല. ആ ജീവിതത്തിലെ നല്ല പാഠങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ശരി ഗുരു. നന്ദി ഗുരു. മറ്റ് ജീവിതങ്ങൾ മാത്രമല്ല, നാം വെറുതെ കാണുന്ന ഓരോ വസ്തുക്കൾ പോലും നമുക്ക് മനോഹരമായ സന്ദേശങ്ങൾ നൽകാറുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നാം ഇനി കാണാൻ പോകുന്നത്. മാണിക്യച്ചെപ്പ്. മാണിക്യച്ചെപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അകവും പുറവും ഒന്നാകുമ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഇപ്പോൾ ഈ ആക്ടിവിറ്റിക്ക് നമുക്ക് വേണ്ടത് വെറുതെ ഒരു പേപ്പറാണ്, സാധാരണ പേപ്പർ. ഇവിടെ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെ രണ്ട് വശവും വ്യത്യസ്ത കളറിലുള്ള പേപ്പറാണ്. പക്ഷേ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്കും വ്യത്യസ്ത കളറിലുള്ള പേപ്പറിൻ്റെ ആവശ്യമില്ല. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ രണ്ട് കളറിലുള്ള പേപ്പർ ഉപയോഗിച്ചിരിക്കുന്നത്. കടലാസ് കൂടാതെ നമുക്ക് ഇതുപോലെ ഒരു കത്രികയോ അല്ലെങ്കിൽ ഇതുപോലെ പേപ്പർ മുറിക്കാൻ പറ്റുന്ന ഒരു നൈഫോ നമുക്ക് ആവശ്യമുണ്ട്. കൂടാതെ നന്നായിട്ട് ഒട്ടുന്ന ഒരു പശ, ഇപ്പോൾ ഗ്ലൂ സ്റ്റിക്കോ അല്ലെങ്കിൽ ഫെവിക്വിക്കോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത്രയും സാധനങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. റെഡിയല്ലേ എല്ലാവരും? അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പറിൽ ഏകദേശം ഒരു 2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് ഏതാനും സ്ട്രിപ്പുകൾ ഉണ്ടാകുക. അപ്പം നിങ്ങൾക്ക് ഈവൻ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ മാസികയുടെ പേപ്പറോ ഒക്കെ ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. നല്ല കളറുള്ള പേപ്പർ വേണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ഏകദേശം 2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മടക്കുക. മുഴുവൻ മടക്കി കഴിയുമ്പോൾ ഏകദേശം ഈ രൂപത്തിൽ കിട്ടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 4 1 2 3 4 തുല്യ വീതിയിലുള്ള പേപ്പറിൻ്റെ ഭാഗങ്ങൾ കാണാം. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇത് മേശപ്പുറത്തോട്ട് വെച്ച് കഴിഞ്ഞിട്ട് കത്രികയോ അല്ലെങ്കിൽ കത്തിയോ ഉപയോഗിച്ച് ഇത് 4നെ നമ്മൾ മുറിച്ചെടുക്കുകയാണ്. ഇപ്പം നമുക്ക് 4 സ്ട്രിപ്പുകൾ റെഡിയാണ്. 1 2 3 4. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യമേ നമ്മൾ 2 സ്ട്രിപ്പ് മാത്രം എടുത്തിട്ട് ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ പശ എടുക്കുക. പശ എടുത്തതിന് ശേഷം ഈ സ്ട്രിപ്പിൻ്റെ നീളം കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ 2 സ്ട്രിപ്പ് എടുത്തിരിക്കുന്നത്. ഈ സ്ട്രിപ്പിന് അധികം നീളമില്ല, കാരണം എത്ര നീളം ഇടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ നീളം നമുക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് 2 സ്ട്രിപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നമ്മൾ പശ തേക്കും. ഇതാ നോക്കിയുള്ളൂ. ഇങ്ങനെ പശ തേച്ചതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ പേപ്പർ സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞിട്ട് ഓൾറെഡി പശ തേച്ചതിൻ്റെ മുകളിലേക്ക് സൂക്ഷിച്ച് വെക്കണം. കണ്ടോ? അത് കഴിഞ്ഞിട്ട് ഒന്ന് അമർത്തുക. അല്പസമയം കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഒട്ടും. അപ്പോൾ നമുക്ക് പേപ്പർ സ്ട്രിപ്പിന് ഇത്രയും വീതി ഉണ്ടാവും.
ഇനി ഒരു പ്രാവശ്യം ഇവിടെ നമ്മൾ പശ എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൻ്റെ ഈ അറ്റത്ത് പശ തേക്കണം. അപ്പോൾ നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ലൂപ്പ് കിട്ടും. അതായത് നമ്മൾ അകത്തുള്ള നിറത്തിനെ അകത്തുള്ളതിനോടും പുറത്തുള്ള വശത്തിനെ പുറത്തുള്ളതിനോടും ചേർത്ത് ഇങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ്. കണ്ടോ? പുറവും അകവും തമ്മിൽ ഇപ്പം യാതൊരു ബന്ധവുമില്ല. പുറത്തു കൂടെ നമുക്കിത് ഇങ്ങനെ പുറത്തോട് സെപ്പറേറ്റ് ആയിട്ട് നമുക്കിങ്ങനെ കൈ പിടിക്കാം, അകത്തൂടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കൈ പിടിക്കാം. ഇപ്പോൾ ഒരു ലൂപ്പ് നമ്മുടെ റെഡിയായി. ഇനി നമുക്ക് രണ്ടാമത്തെ ലൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ലൂപ്പ് ഞാൻ ഇവിടെ മാറ്റി വെക്കുന്നു. രണ്ടാമത്തെ ലൂപ്പിന് നേരത്തെ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2 പേപ്പറുകളുണ്ട്. ഇതാക്കണ്ടല്ലേ? അപ്പം ഈ പേപ്പറും നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ടും കൂടെ കൂട്ടി ഒട്ടിച്ചിട്ട് അതിൻ്റെ നീളം കൂട്ടുക. കണ്ടോ പശ വെച്ചിരിക്കുന്നത്? ഇനിയാണ് വ്യത്യാസം വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒട്ടിച്ചത് ഇങ്ങനെ നേരെയായിരുന്നു അല്ലേ? ഇപ്രാവശ്യം നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് നമ്മൾ നേരെയല്ല ഒട്ടിക്കുന്നത്. ഇത് ഒന്ന് തിരിക്കും. മനസ്സിലായോ? അതായത് ഇങ്ങനെ ഇരിക്കുന്നത് നേരെ ഒട്ടിക്കുന്നതിന് പകരം നമ്മൾ ഒന്ന് മറിക്കും. ഈ മുകളിലുള്ളത് ഇങ്ങനെ ഒരു 90 ഡിഗ്രി ഒന്ന് മറിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഒട്ടിക്കും. അപ്പോൾ ഒരു കടലാസിൽ ഒരു ചെറിയ ട്വിസ്റ്റ് വരും. അപ്പം ഇവിടുത്തെ ഈ ബ്രൗൺ ഇപ്പം അതിനുവേണ്ടിയാണ് ഞാൻ 2 കളറുള്ള പേപ്പർ ഉപയോഗിച്ചത്. നോക്കിയേ, ഇവിടം വരെ ബ്രൗൺ ആണ്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വൈറ്റ് ഭാഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ പത്രപേപ്പർ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കളർ വ്യത്യാസം കാണത്തില്ല. ഈ പേപ്പറിലൊരു ചെറിയ ലൂപ്പിൻ്റെ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കത്രിക എടുക്കുക. അതിനുശേഷം ഇതിനെ ഇങ്ങനെ നടുവേ നമ്മൾ മുറിക്കുക. ഇത് നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലൂപ്പാണ്. ഇത് നമ്മൾ രണ്ടാമത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലൂപ്പാണ്. അപ്പോൾ ആദ്യത്തെ ലൂപ്പും രണ്ടാമത്തെ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ലൂപ്പിൽ അകവും പുറവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നാൽ രണ്ടാമത്തെ ലൂപ്പിൻ്റെ അകവും പുറവും തമ്മിൽ ഇങ്ങനെ ബന്ധിച്ചിട്ടുണ്ട്. കണ്ടോ? ഇതിനിപ്പം ഇങ്ങനെ നമ്മൾ കൈ ഓടിച്ചു കഴിഞ്ഞാൽ ഇതിന് അകം ഏതാണ് പുറം ഏതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യമേ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഇങ്ങനെ അകവും പുറവും തമ്മിൽ ഒന്നാക്കുമ്പോഴത്തേക്കും എന്ത് അത്ഭുതമാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്നത് ആദ്യമേ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ലൂപ്പ് ഉണ്ടല്ലോ, അകവും പുറവും തമ്മിൽ ബന്ധമില്ലാത്ത ലൂപ്പ്. ഈ ലൂപ്പിനെ നമ്മൾ മുറിക്കാൻ പോവുകയാണ്. മുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ മുറിക്കുകയാണ്. അപ്പോൾ നടുക്കൂടെ മുറിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്നാ സംഭവിക്കുന്നത്, 2 വലയങ്ങൾ കിട്ടും നമുക്ക്. അപ്പം അത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. കണ്ടുകൊള്ളൂ. ഇപ്പം എന്താണ് സംഭവിച്ചത്? നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ 2 കഷ്ണമായിട്ട് ഇത് മുറിഞ്ഞു വീണ്. പ്രത്യേകിച്ച് അത്ഭുതമൊന്നും സംഭവിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ലൂപ്പിനെ ഒന്ന് മുറിച്ച് നോക്കാം. ഈ ലൂപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ലൂപ്പിൻ്റെ അകവും പുറവും തമ്മിൽ ബന്ധത്തിലാണ്. അപ്പോൾ ഇതിന് അകവും പുറവും തമ്മിലൊരു വ്യത്യാസവും ഇല്ല. അതുപോലത്തെ ഒരു ലൂപ്പിലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നേരത്തെ വീണതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് ഒരു ലൂപ്പ് താഴേക്ക് ഇങ്ങനെ വീണ് 2 ലൂപ്പുകളായിട്ട് മാറുമെന്നാണ്. നമുക്ക് നോക്കാം അതെന്താ സംഭവിക്കുകയെന്ന്. സൂക്ഷിച്ച് നോക്കിയുള്ളൂ. കണ്ടോ? വീണു, പക്ഷേ അത് 2 ലൂപ്പായില്ല. കണ്ടോ? ഒരൊറ്റ ലൂപ്പ്, വലിയ ഒറ്റ ലൂപ്പായി. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ ചിന്താവിഷയത്തിലേക്ക് നമുക്കിനി കിടക്കാം. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ചിന്താവിഷയം? അകവും പുറവും ഒന്നാകുമ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു അല്ലേ? അപ്പോൾ കണ്ടല്ലേ, ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ചെയ്തപ്പോൾ എന്തായിരുന്നു? ആദ്യമേ നമ്മൾ ഉണ്ടാക്കിയ ലൂപ്പിൻ്റെ അകവും പുറവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. രണ്ടാമത് നമ്മളുണ്ടാക്കിയ ലൂപ്പിന് എന്തായിരുന്നു? അകവും പുറവും നമുക്ക് തിരിച്ചറിയാൻ പാടില്ലാത്ത വിധം അകത്തിനെ പുറത്തിനോട് നമ്മൾ ബന്ധിപ്പിച്ചു. അപ്പോൾ ആദ്യത്തെ ലൂപ്പ് നമ്മൾ മുറിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? പ്രത്യേകിച്ച് അത്ഭുതമൊന്നും സംഭവിച്ചില്ല. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത് മുറിഞ്ഞ് 2 കഷ്ണമായിട്ട് മാറി. എന്നാൽ രണ്ടാമത്തെ ലൂപ്പ് മുറിച്ചപ്പോഴോ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് 2 കഷ്ണം ആകുന്നതിന് പകരം എന്താണ്? ഒരു അത്ഭുതം സംഭവിച്ചു. എന്താണ്? ആ 2 ലൂപ്പുകളും കൂടെ കൂടി ഒരൊറ്റ വലിയ ലൂപ്പായിട്ട് മാറി. ഇതുപോലെ. മറ്റേ ലൂപ്പിന് എന്താ സംഭവിച്ചത്? ഇതുപോലെ 2 കഷ്ണമായിട്ട് മാറി. അതിനകത്ത് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത്? നമ്മളെങ്ങനെയാണ് നമ്മുടെ ജീവിതം? എങ്ങനെയാണ്? അകവും പുറവും തമ്മിൽ യോജിച്ചതാണോ അകവും പുറവും തമ്മിൽ യോജിക്കാത്തതാണോ നമ്മുടെ ജീവിതം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അകത്തുള്ളത് ആണോ പുറത്തുമാണെങ്കിൽ കാണിക്കുന്നത്? പുറത്തുള്ളതും അകത്തുള്ളതും നമ്മുടെ ഒരുപോലെയാണോ വ്യത്യസ്തമായിട്ടുള്ളതാണോ? നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ
ഒത്തിരി അഭിനയിക്കാറുണ്ട് അല്ലേ? നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ സ്നേഹമാണെന്ന് പറയാറുണ്ട്. നമ്മുടെ ഉള്ളിൽ ഭയങ്കര ദേഷ്യം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ ചിലപ്പം നമുക്ക് അത് പ്രകടിപ്പിക്കാൻ മടിയായതുകൊണ്ട് നമ്മളത് പ്രകടിപ്പിക്കാറില്ല. അപ്പം നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഉള്ളിൽ ഉള്ളതൊന്ന്, പുറമേ ഉള്ളത് വേറൊന്ന്. ഇപ്പം ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ട്, അതായത് ഉള്ളും പുറവും തമ്മിൽ, അല്ലെങ്കിൽ അകവും പുറവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ജീവിതമാണ് നമ്മൾ കൂടുതൽ ആളുകളിൽ നയിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ അകം പോലെ തന്നെ നമുക്ക് പുറമാക്കിയാൽ, പുറം പോലെ തന്നെ നമുക്ക് അകമാക്കി കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടും. അപ്പം ഇന്നു മുതൽ നമ്മൾ അതിനുവേണ്ടിയായിരിക്കണം ശ്രമിക്കേണ്ടത്. അപ്പം നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത്, അപ്പം ഉള്ളം ആദ്യമേ നന്നായി കഴിഞ്ഞതിന് ശേഷം ആ ഉള്ളിലുള്ളതിനെ നമ്മൾ പുറമേ കാണിക്കുക. അപ്പം നമുക്ക് അഭിനയിക്കേണ്ടി വരത്തില്ല, നമുക്ക് നുണ പറയേണ്ടി വരത്തില്ല. ഇപ്പം നുണ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ അതെല്ലാം ഓർത്തിരിക്കാൻ പോകണം അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഉള്ള കാര്യം സത്യമായിട്ട് നമുക്ക് പറയാനുള്ള ആർജവം ഉണ്ടാകുമ്പോൾ, നമ്മൾ ഉള്ളിലുള്ളത് പുറമേ ഉള്ളതും തമ്മിൽ യാതൊരു മാറ്റവും ഇല്ലാതെ വരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അപ്പോൾ മാത്രമേ ഉള്ള അത്ഭുതങ്ങൾ സംഭവിക്കത്തുള്ളൂ. നമ്മുടെ ഉള്ളിൽ ജെനുവിനായിട്ട് മറ്റുള്ളവരോട് സ്നേഹവും കരുണയും ദയയുമൊക്കെ നമ്മൾ വളർത്തിയെടുക്കുക. മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കാനായിട്ട് പഠിക്കുക. എന്നിട്ട് ആ സന്തോഷം പുറമേ പ്രകടിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതവും മറ്റൊരു അത്ഭുതമായിട്ട് മാറും. അതിലും വലിയ വേറൊരു അത്ഭുതം ഉണ്ടാകാനില്ല. നമ്മുടെ ജീവിതമാകുന്ന അത്ഭുതം മറ്റുള്ളവർക്ക് മാർഗദർശകമായിട്ട് മാറും. അപ്പം അതാണ് ഏറ്റവും വലിയ നന്മ. അപ്പം ഈ നന്മയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയമേടെ അവസാനിക്കുന്നു. പുതിയൊരു ആക്ടിവിറ്റിയും പുതിയൊരു ചിന്താവിഷയവുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കിയതുണ്ടെങ്കിൽ നമുക്കൊന്ന് കൂട്ടുകാരെ കാണിക്കാം. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഇനി നമുക്ക് പിരിയാം പ്രാർത്ഥനയ്ക്കായി, മനസ്സിനെ ശാന്തമാക്കാൻ. അതുവരെ ബൈ.